ചാനലുകളിലൂടെ നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശസ്തനായ ഒരു താരത്തെ, താരമല്ലാത്ത ഈ താരത്തെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. താങ്കളുടെ ഈ ശബ്ദത്തിന്റെ പ്രത്യേകതയാണല്ലോ താങ്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അതെ. എങ്ങനെയാണ് ഈ ബിസിനസ് മേഖലയിലേക്ക് വരാൻ കാരണമുണ്ടായത്? എന്റെ ബിസിനസിന്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ തുറന്നു പറയാൻ പോവുകയാണ്. ഞാൻ മാർക്കറ്റിൽ മീൻ കച്ചവടക്കാരനായിരുന്നു. രൂപക്ക് 10 എന്നിങ്ങനെ ഒച്ചയുണ്ടാക്കുമ്പോൾ ജനങ്ങൾക്ക് എന്റെ ശബ്ദം ശല്യമായി തീരും. ആ ജനങ്ങൾ വന്ന് എന്റെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. അതാണ് എന്റെ ബിസിനസ് സീക്രട്ട്. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. അത് മനസ്സിലായി, അവസാനം പറഞ്ഞ് മനസ്സിലായി. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ സ്വർണ്ണ ലോകത്തെ ബാലചന്ദ്രമേനോൻ എന്നാണല്ലോ താങ്കളെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. അതെ. അതിന്റെ കാരണം എന്താണ്? ഞാൻ തന്നെ പോയി സ്വർണം കുഴിച്ചെടുക്കും, സ്വർണ്ണാഭരണങ്ങൾ പണിയും, അതായത് വളകളും മാലകളും എല്ലാം പണിയും. ഞാൻ തന്നെ ഇതിന്റെ പരസ്യം ചെയ്യും. ഓൾ ഇൻ ഓൾ ഞാനാണ്. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. കൊള്ളാം, വളരെ ഇഷ്ടപ്പെട്ടു. താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മമ്മൂട്ടിക്ക് ഡബ് ചെയ്യണമെന്നാണ്. എന്നിട്ട് വേണം അങ്ങേർക്ക് പണിയില്ലാതെ വീട്ടിൽ പോയിരിക്കാം. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ? താങ്കൾ എല്ലാ വർഷവും ഓരോ പുതിയ ഓഫറുകൾ കൊടുക്കുമല്ലോ. അതെ. ഈ വർഷത്തെ താങ്കളുടെ ഓഫർ എന്താണ്? ഈ വർഷത്തെ എന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ 1 ഗ്രാം സ്വർണം മേടിക്കുന്നവർക്ക് ടയോട്ട സമ്മാനമായി ലഭിക്കുന്നു. സത്യമാണോ? അതെ. 1 ഗ്രാം സ്വർണത്തിന് എത്ര രൂപയാണ്? 1 ഗ്രാം സ്വർണത്തിന് 500 ദിർഹംസ്. 500 ദിർഹംസ്. ഇതാ പിടിച്ചോളൂ, ഇതാ പിടിച്ചു. എന്റെ ടൈ കീറിയിട്ട് ഞാൻ ഓട്ടോ ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ തരുന്നതാണ്. അതാണ് എന്റെ പുതിയ സമ്മാനം. അതുകൂടാതെ എന്റെ പുതിയ ഓഫർ സമതിന്റെ ഒരു പാട്ട്, ഉയിരിനുയിരെ. നമ്മളൊക്കെ ഉയരാൻ ശ്രമിക്കുന്നത് കൊണ്ട് സമതിനെ ഞാൻ ഇവിടെ ഉയർത്താൻ ശ്രമിക്കുകയാണ്. കട്ട്ലറ്റ് ജ്വല്ലറി ജനകോടികളുടെ അസ്വസ്ഥ സ്ഥാപനം. 1926 ആഗസ്റ്റ് മാസം 34-ാം തീയതി കുടുംബാസൂത്രണത്തെ കുറിച്ച് പഠിപ്പിക്കുവാൻ നിയോഗമേറ്റെടുത്ത സീതാറാം തന്റെ ജന്മസ്ഥലമായ ഗുജറാത്തിൽ നിന്നും യാത്ര തിരിച്ചു. യാത്രാമധ്യേ അദ്ദേഹം ഗുജറാത്തി ആദിവാസി സുന്ദരികളുടെ നൃത്തം കാണുവാനിടയുണ്ടായി. വീണ്ടും യാത്ര തുടങ്ങിയ അദ്ദേഹം കേരളത്തിൽ വ്യാജമദ്യമടിച്ച് കണ്ണ് നഷ്ടപ്പെട്ടവർക്ക് ഓരോ കളർ TV നൽകി ആദരിച്ചു. കാഴ്ചയില്ലാത്ത അന്ധന്മാർ ഇതുകൊണ്ട് എന്ത് ചെയ്യാൻ? എങ്കിലും പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ അവർ തുള്ളിച്ചാടി. ശേഷം യാത്ര തുടങ്ങിയ അദ്ദേഹം വയലേലകളിൽ പണിയെടുക്കുന്ന സ്ത്രീകളെ കാണുവാനിടയുണ്ടായി. അവരിൽ സുന്ദരിയായ ഏല എന്ന യുവതിയെ അദ്ദേഹം മാടി വിളിച്ചു. ഏല വിവാഹിതയായ 6 വർഷമായെങ്കിലും അവൾക്ക് കുട്ടികളില്ല. അവൾ അതീവ ദുഃഖിതയാണ്. വിവരമറിഞ്ഞ അദ്ദേഹം അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൾ നാണിച്ച് തലകുലുക്കി. അവളുടെ ആഗ്രഹം മനസ്സിലാക്കിയ അദ്ദേഹം അപ്പോൾ തന്നെ അവൾക്ക് ക്ലാസ് എടുക്കുവാൻ തീരുമാനിച്ചു. ഈ സമയം ഏലയുടെ ഭർത്താവ് ചാല അവിടേക്ക് വന്നു. പുരുഷന്റെ കൂടെ തന്റെ ഭാര്യയെ കണ്ട ചാല കുപിതനായി. കുപിതനായ ചാലയെ സീതാറാം മാടി വിളിച്ചു. എന്നിട്ട് ചെവിയിൽ മന്ത്രിച്ചു.
അദ്ദേഹം ചെവിയിൽ മന്ത്രിച്ചത് ഇപ്രകാരമായിരുന്നു: ഭർത്താക്കന്മാർ എത്രയായാലും കുട്ടിയൊന്നു മതി. ഏഷ്യാനെറ്റിലെ സിൽവർ സോം സവാരി എന്ന പ്രോഗ്രാമിലൂടെ ജനശ്രദ്ധ നേടിയെടുത്ത റിമി ടോമിയായി എത്തുന്നു. ശ്രദ്ധിക്കൂ, റബ്ബർ ഫോം സഫാരി എന്ന ഈ പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ഹലോ, റബ്ബർ ഫോം സഫാരിയിലേക്ക് സ്വാഗതം. എൻ്റെ ചേട്ടോ എന്ന് പറയണ്ട. ഹലോ, ആദ്യത്തെ കോൾ ആരാന്ന് നോക്കാം. ഹലോ ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ, ആരാ വിളിക്കുന്നത്? അത് മൂവാറ്റുപുഴയിൽ സുല്ലാണ്. മൂവാറ്റുപുഴ സുനിച്ചായനാണോ? എന്നാ ഉണ്ട് സുനിച്ചായ വിശേഷം? എന്തൊക്കെയുണ്ട് വിശേഷം? മോളുടെ ഈ പ്രോഗ്രാമിന് എന്താണ് ഈ റബ്ബർ ഫോം സഫാരി എന്ന് പേരിട്ടിരിക്കുന്നത്? അതെ ചേട്ടാ, ഞാൻ പാലാക്കാരിയല്ലേ, അപ്പൊ പാലായിൽ റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ പോയി ചാടുന്ന പോലെ ഞാൻ ചാടും. അത് ശരി, അതുകൊണ്ടാണ് മോളിങ്ങനെ ചാടുന്നല്ലേ? അതെ. എന്താണ് മോളുടെ ഈ തുള്ളലും ചാട്ടവും കണ്ടിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂ കേട്ടോ. പ്രോഗ്രാമൊക്കെ വളരെ ഇഷ്ടമാണ്. ആണ്. അപ്പൊ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടിലെ വിശേഷങ്ങളൊക്കെ? വീട്ടിൽ വിശേഷം പറഞ്ഞാൽ വളരെ കഷ്ടമാണ് മോളെ. കഴിഞ്ഞ ആഴ്ച എൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ആണോ? ഇനി അടുത്ത കോൾ ആരാന്ന് നോക്കാം. ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ, ഇത് റാന്നിന്നാണ്. റാന്നിന്നാണോ? റാന്നിന്ന് ആരാ വിളിക്കുന്നത്? റാന്നിന്ന് രാജൻ. രാജൻ എന്നാ ചെയ്യുന്നു? ഞാൻ കൃഷിപ്പണിയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ പനിയൊക്കെ വന്ന് ഞങ്ങൾ 4 സഹോദരങ്ങളുണ്ട്, 4 പേരും തളർന്നുപോയി. ആണോ? അപ്പൊ അടുത്ത കോൾ ആരാ നോക്കാം. ഹലോ, ആരാണ്? ഹലോ, ആരാണ് വിളിക്കുന്നത്? ഹലോ, ഇത് ആന്റണിയാണേ. ആന്റണിയാണോ? പാലായിന്ന്. പാല എവിടെന്നാ? പാലായിൽ അൽഫോൺസോ കോളേജിലെ പ്രിൻസിപ്പളാണ്. അയ്യോ, ഞാൻ പഠിക്കുന്ന അൽഫോൺസോ കോളേജിലാണ്. അയ്യോ, എന്നാണ്ട് വിശേഷം? സുഖം തന്നെ. മോളെ, ഒരു 2 വർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി പോയതാണല്ലോ, എന്നിട്ട് ഇതുവരെയായിട്ട് പിന്നെ കാണാനില്ലല്ലോ. അത് കാണാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര തിരക്കായി പോയി. സ്റ്റേജ് ഷോ ഉണ്ട്, അതുപോലെ തന്നെ ഒത്തിരി പ്രോഗ്രാംസ് ഉണ്ട്, സിനിമ ഉണ്ട്, അങ്ങനെ ഒത്തിരി പ്രോഗ്രാം. ശരി, മോക്ക് ഭയങ്കര തിരക്കായി പോയല്ലേ? അതെ ചേട്ടാ. അത് കുഴപ്പമില്ല, അത് നന്നായി. പിന്നെ മോളെ ഒരു സമ്മാനം ഞാൻ ഐസ്ക്രീം ആണോ ചോക്ലേറ്റ് ആണോ? ഐസ്ക്രീമും ചോക്ലേറ്റും അല്ല, വേറൊരു സമ്മാനമാണ് ഞാൻ മോള് നേരിട്ട് തരാമെന്ന് വിചാരിക്കുക. അപ്പൊ നേരിട്ട് വരെ അഡ്രസ് അറിയോ? പ്രൊഡ്യൂസർ, റബ്ബർ ഫോം സഫാരി, കെയർ ഓഫ് പുളിയറക്കോണം, 695 നേരിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ മോളുടെ അടുത്തെത്തി. മോളുടെ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. എന്ത് സമ്മാനം തരാം മോനെ? 2 വർഷം മുമ്പ് ചിങ്ങമാസം എന്ന് പറഞ്ഞൊരു പാട്ടും പാടി നീ കോളേജിൽ നിന്ന് ഇറങ്ങി പോയതല്ലേ? എന്നാ ഇതാ പിടിച്ചോ, സസ്പെൻഡ് ഓർഡറാ. വെൽക്കം ടു ദ മെലോഡിയസ് മൂമെന്റ്സ് ഓഫ് സിംഗിൾ പണി. ഇന്ന് ഒരു ഗായകനെ പരിചയപ്പെടുത്തുകയാണ്. ഒരു ഗായകനല്ല, ഒത്തിരി ഗാനങ്ങളെ അനുകരിക്കുന്ന, ഒത്തിരി ഗായകരെ അനുകരിക്കുന്ന ഒരു ഗായകൻ, ഷൈജോ അടിമാലി. വെൽക്കം ഷൈജോ അടിമാലി. ഷൈജോ അടിമാലിയുടെ പ്രത്യേകത എന്താണ്? ഒത്തിരി പേരെ അനുകരിക്കും അല്ലേ? അപ്പൊ ഏത് ഗായകരെയാണ് ആദ്യം ഷൈജോ ഇവിടെ അനുകരിക്കാൻ പോകുന്നത്? ആദ്യം പഴയ ഗായകരായ AM രാജ പീലീല. AM രാജ പീലീല. ഇവർ ചേർന്ന് പാടി. ഓക്കെ, കേൾക്കാം.